ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് ഡ്രാസ്റ്റിക്കലി ഗ്രോ ചെയ്യാൻ പോകുന്നതാണ്. എല്ലാവരും അവരെ സാധനം പ്രൊമോട്ട് ചെയ്യുന്ന കാലം വരുന്നത്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇഷ്ടംപോലെ കാശുണ്ടാക്കും. നമ്മുടെ പാൻഡമിക്കിൻ്റെ സമയത്താണ് എല്ലാവരും യൂട്യൂബേഴ്സായി മാറിയത് ഇല്ലേ? കുക്കിംഗ് ഷോയും മറ്റൊക്കെ ഉണ്ടാക്കിയ ആൾ ഇപ്പോൾ വലിയ എക്സ്പെർട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാൻഡമിക്കിൻ്റെ സമയത്ത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ എന്ത് ചെയ്യുക, കുക്കറി സാധനങ്ങളായിട്ട് യൂട്യൂബിൽ ഇറങ്ങിയ ആളാണ്. ഇന്ന് വൺ ഓഫ് ദ ടോപ്പ് ഇൻഫ്ലുവൻസറാണ്. അങ്ങനെ ആവുന്ന അയാൾ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പം ആ കുക്കറി എന്നല്ല, അപ്പോൾ അയാൾ വേറെ എന്തൊക്കെ സംസാരിക്കും. വലിയ ഇൻഫ്ലുവൻസറായി, മില്യൺസ് ഓഫ് ഫോളോവേഴ്സാണുള്ളത്. ഇപ്പം അയാൾ ഉപയോഗിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു, ബ്രാൻഡ് ചെയ്യണം, പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു. അയാളെ ഫോളോവേഴ്സ് ഉപയോഗിച്ചിട്ട് അയാളെ ഇതിലൊരു സാധനം ഇട്ട് അയാൾക്ക് പൈസ ഇട്ടാണ് മറ്റവർക്കും ഗുണം കണ്ട്. കാരണം അതുവഴി ആളുകൾ സെല് ചെയ്യും, വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബ്രാൻഡിങ്ങിന് ബെസ്റ്റാണ്. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ അഫിലിയേറ്റ്സിന് ഉപയോഗിച്ച് നമ്മളെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം. അത് സെയിൽസ് ഓറിയൻറ്റഡ് ആണ്. മറ്റ് ബ്രാൻഡിംഗ് ആണ്. ഇൻഫ്ലുവൻസർ ഞാൻ ഇങ്ങനെ പറയണത് എന്താണ്, ബ്രാൻഡിംഗ് ആണ്. സെയിൽ നടക്കൂല. നേരെ മറിച്ച് ഇൻഫ്ലുവൻസർ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഈ ബ്ലോഗിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യണം എന്നറിയില്ലേ? ആ ലിങ്കിൽ എന്ത് ചെയ്യണ്ടോ, യൂട്യൂബ് പാരാമീറ്റർ കൊടുത്തിട്ടുണ്ടോ? അവിടെ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വേറെ സൈറ്റ് എത്തുന്നതോടുകൂടി ഇയാൾക്ക് കമ്മീഷൻ കിട്ടും.